ഹായ് ഡിയേഴ്സ്, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ക്ലോസ്ഡ് ഹാർട്ട് എന്ന് പറയുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടായില്ലേ? അങ്ങനെ നമുക്ക് രണ്ടാൾക്കും അത്രയേറെ പ്രിയപ്പെട്ട ഒന്നാണ് നമ്മുടെ സ്വന്തം സാരഥി, അതായത് നമ്മുടെ വണ്ടി ഏവിയേറ്റർ. ഞാനെന്നത് ഇവിടെ പറയാനും ഒരു റീസൺ ഉണ്ട്. നമ്മുടെ വണ്ടി ഓടി തുടങ്ങിയിട്ട് 1,00,000 കിലോമീറ്റേഴ്സ് ആകാറായി. ഇനി ഒരു 50 കിലോമീറ്റേഴ്സ് കൂടി കവർ ചെയ്താൽ 1,00,000 കിലോമീറ്റേഴ്സ് ആകും. അപ്പോൾ നമ്മൾ കരുതി എന്തായാലും കുറച്ച് ദൂരം ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന്. അപ്പോൾ 1,00,000 ആകുന്നത് കാണാനും പറ്റുമല്ലോ. പിന്നീടാണെങ്കിൽ ഈ തിരക്കിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനും നമുക്ക് പറ്റില്ല. നമുക്ക് ഈ വണ്ടിയോട് അത്ര അറ്റാച്ച്മെൻറ്റ് തോന്നാനും ഒരുപാട് റീസൺസ് ഉണ്ട്. ഏവിയേറ്റർ വാങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അതിനിടയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇതിലാണ് കോളേജ് ഡേയ്സിൽ നമ്മൾ ഇടയ്ക്ക് യാത്ര ചെയ്യാറുള്ളതും പിന്നീട് അതിനുശേഷം നമ്മുടെ കല്യാണം, അതിനുശേഷം ഒരുപാട് ലോങ് യാത്രകൾ നടത്തി, പിന്നീട് നമ്മുടെ ഹണിമൂൺ യാത്രകൾ, നമ്മൾ ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഗോവ, അങ്ങനെ ഒരുപാട് ലോങ് ട്രിപ്പ് നമ്മുടെ ഏവിയേറ്ററിലാണ് പോയിട്ടുള്ളത്. പിന്നെ അതിനൊക്കെ ശേഷം നമ്മുടെ നീർക്കൊട്ടം വന്നു, ന്യൂട്ടനെ കൊണ്ട് ഒരുപാട് യാത്രകൾ പിന്നീട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയിൽ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം നിറഞ്ഞതും സങ്കടം നിറഞ്ഞതുമായ മെമ്മറീസ് നമ്മുടെ വണ്ടി വന്നതിന് ശേഷമാണ് നടന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടിക്കും അപ്പുറം നമുക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒന്നാണ് നമ്മുടെ ഏവിയേറ്റർ. ഇടയ്ക്കൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ് വന്നാൽ ഞാൻ ഈ വണ്ടി മാറ്റാമെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിന് തീരെ ഇഷ്ടമല്ല. കാരണം പുള്ളിക്കാരൻ ഈ വണ്ടിയോട് അത്ര അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ നമ്മൾ 1,00,000 കിലോമീറ്റേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ അതാകാറായി. അപ്പോൾ ഗായ്സ്, നമ്മുടെ വണ്ടി 1,00,000 കിലോമീറ്റേഴ്സ് ക്രോസ് ചെയ്തേക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ 1,00,000 കിലോമീറ്റേഴ്സിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് മെമ്മറീസ് സമ്മാനിച്ച ഒന്നാണ് ഏവിയേറ്റർ. ഇനിയും ഈ വണ്ടിയിൽ തന്നെ ഒരുപാട് യാത്രകൾ നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞാൻ കാണുന്നുണ്ട്, നമ്മളുടെ വീഡിയോസ് കാണുന്ന മിക്കവാറും പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കിതുപോലെ വീണ്ടും വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ, ബൈ.